ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നുവെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. സുദർശന ചക്ര സംവിധാനം ഭാരതത്തിന്റെ വാളും പരിചയമാകുമെന്നും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഭാരതം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നു. അതിൽ നിന്ന് ഭാരതം നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രതിരോധ മേഖലയിലെ സുദർശന ചക്ര സംവിധാനം രാജ്യത്തിന്റെ വാളും പരിചയമാകുമെന്നും സംയുക്ത സേനാ മേധാവി പറഞ്ഞു. We have all assembled here to discuss about Operation Sindoor. Well, let me clarify this. Operation Sindoor was a modern conflict from which we learned a number of lessons, and most of them are under implementation. Some have been implemented. The operation is still on. Sudarshan Chakra, India's own Iron Dome or Golden Dome. The Honorable Prime Minister had made a mention of this on 15th of August when he spoke about Sudarshan Chakra. That will enhance India's strategic defense, and he said that he expects it to be rolled out by 2035. Over here, I think the aim is to develop a readiness system to protect India's strategic, civilian and nationally important sites, and it will act both as a shield as well as a sword. സുദർശന ചക്രം എതിരാളികളുടെ വ്യോമമാർഗത്തിലൂടെയുള്ള നീക്കം കണ്ടെത്താനും പിന്തുടരാനും നിർവീര്യമാക്കാനും സാധിക്കും. കൂടാതെ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രത്യാക്രമണത്തിനും സുദർശന ചക്ര സജ്ജമാണ്. ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും എന്നാൽ അഹിംസാവാദികളല്ലെന്നും അനിൽ ചൗഹാൻ വ്യക്തമാക്കി. ശക്തിയില്ലാതെ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളാനാകില്ലെന്നും സംയുക്ത സേനാ മേധാവി പറഞ്ഞു. ജനം, ഡൽഹി.